അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നല്ല ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആട്ടദോശയും അതിൻ്റെ കൂടെ നല്ല എരിവും പുളിയൊക്കെ ഉള്ളൊരു തേങ്ങാ ചട്നിയും. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. ബിസ്മില്ലാ. ആദ്യം തന്നെ നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കലക്കിയെടുക്കാം. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഞാൻ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അങ്ങോട്ട് കലക്കിയെടുക്കാം. നമുക്ക് അത്യാവശ്യം നല്ല ലൂസ് ബാറ്റർ ആയിട്ട് തന്നെയാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കലക്കിയെടുക്കണം. നമ്മളിതുപോലെ ഒരു വിസ്ക് കൊണ്ട് കലക്കിയെടുക്കുകയാണെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കലക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പൊടി എടുത്തതിൻ്റെ ഇരട്ടി കണക്കിനാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ ഉള്ളത്. ആദ്യമൊക്കെ നമ്മളിങ്ങനെ അളന്നെടുത്തിട്ട് വെള്ളം ഒഴിക്കുകയുള്ളൂ. പിന്നൊക്കെ നമുക്കൊരു കണക്കിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നമ്മളെ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കുകയാണ്. ഇതുണ്ടാക്കാൻ ഏറ്റവും നല്ലത് കാസ്റ്റ് അയണിൻ്റെ പാനാണ്. അത് വിചാരിച്ചിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയണില്ല. ചില നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് അടി കട്ടി കുറവുള്ള നോൺ സ്റ്റിക്ക് പാനൊക്കെ ആകുമ്പോൾ. പിന്നെ നമ്മളിത് അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കേടാവാനുള്ളൊരു ചാൻസും കൂടെ ഉണ്ട്. നമ്മളെ പാനിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളെ ബാറ്ററിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അട്ടിക്ക് വെക്കുമ്പോൾ അത് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ദോശ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. നമുക്ക് ഓയിൽ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊരു കയ്യിൽ മാവ് എടുത്തിട്ട് നമ്മൾ ആ ചൂടായിട്ടുള്ള പാനിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ കണ്ടില്ല നിറച്ചിങ്ങനെ ഹോൾസ് ആയിട്ട് വരുന്നത്. ഇനി അഥവാ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഹോൾസ് ആയി വന്നിട്ടില്ലെങ്കിൽ നമ്മളെ പാൻ്റെ ചൂട് കുറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ബാറ്ററിൻ്റെ തിക്നെസ് കൂടിയിട്ടായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള പാൻ തന്നെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ ദോശ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുക്കായി കിട്ടും. മൂടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ട് കലക്കി എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താൽ ദോശ വല്ലാതെ സോഫ്റ്റായി പോകും. നമുക്ക് നല്ല ക്രിസ്പി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചധികം സമയം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ ദോശ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അധികം മൊരിച്ചെടുക്കണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മൊരിഞ്ഞ ദോശ ആക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് അടുത്ത ദോശ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മളെ പാൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. ഒരു ഉള്ളിൻ്റെ പകുതി മുറിച്ചെടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ഗ്രീസ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാസ്റ്റ് അയണിൻ്റെ പാനിനൊക്കെ നല്ലൊരു നോൺ സ്റ്റിക്ക് പാനിൻ്റെ എഫക്റ്റ് കിട്ടും, നല്ല നോൺ സ്റ്റിക്കി ആയിട്ട് കിട്ടും. അങ്ങനെ അതാ നമ്മൾ അടുത്ത ദോശയും കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കുക്കായി കിട്ടും. കുക്കാവോ എന്നുള്ള സംശയമൊന്നും വേണ്ട, ശരിക്കും ദോശ കുക്കായി കിട്ടും. ഇനി നമ്മൾ ദോശക്ക് കൂട്ടാൻ സിമ്പിളായിട്ടൊരു തേങ്ങാ ചട്നിയും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളിൻ്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രീസറിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ചട്നി ഒന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങിയാൽ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ നമ്മൾ ചട്നിയും റെഡി. അങ്ങനെ അതാ നമ്മളെ നല്ല ഗോതമ്പ് ദോശയും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ദോശ നല്ല ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. എൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഉമ്മ അതിൽ ഓയിലൊന്നും ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കൽ. ഇതുപോലത്തെ ദോശ വേറെ ആരും ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ഉണ്ടാക്കലുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻസിൽ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൂപ്പർ സിമ്പിളായിട്ടുള്ള ദോശയും ചട്നിയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമ.